ബിനിൽ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ ഒരു നടന്റെ മാനേജറായി പ്രവർത്തിച്ചാലും മറ്റൊരു സിനിമ കണ്ടാൽ, മറ്റൊരു ആർട്ട് കണ്ടാൽ അത് നല്ലതാണെന്ന് പറയാൻ കേരളത്തിൽ അവകാശമില്ലേ? അതിനെ ഇങ്ങനെ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ചെയ്താൽ മർദ്ദിക്കുകയാണോ വഴി? അത് തന്നെയാണ് വിപിൻ കുമാർ ചോദിക്കുന്ന ചോദ്യവും. കാരണം ഇവർ രണ്ടുപേരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു നടന്റെ ചിത്രം അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയുടെ വിജയം, അതെല്ലാം ഒരു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചാൽ അതിന്റെ പേരിൽ ആ ഒരു വിരോധവുമായി എത്തി, അയാൾ താമസിക്കുന്ന സ്ഥലത്തെത്തി അയാളെ പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുക. ഇതാണ് ഉണ്ണി മുകുന്ദനെതിരായി ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇത് മാത്രമല്ല, ഫെഫ്കയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പോലീസിന് മുന്നിലെത്തിയ പരാതിയേക്കാൾ കൂടുതൽ വിവരങ്ങളുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫെഫ്ക ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫെഫ്കയുടേതുണ്ട്, ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് ഈ പരാതി വിട്ടിരിക്കുകയാണ്. ആ വിപിനെയും അതോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദനെയും വിളിച്ച് ഫെഫ്ക വിവരങ്ങൾ ശേഖരിക്കും. എന്തായാലും ഈ സംഭവത്തെ ശക്തമായ നടപടികളിലേക്ക് പോവുക എന്നതാണ് സിനിമാ സംഘടനയായ ഫെഫ്ക അടക്കം ആലോചിക്കുന്നത്. കാരണം വിപിൻ ഫെഫ്കയിലെ അംഗമാണ്. ആ ഒരു അംഗത്തിനുണ്ടായിരിക്കുന്ന ഒരു പരാതി, ആ പരാതിയിൽ കൃത്യമായി ഇടപെടാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ സംഘടനാ തലത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇനി പോലീസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസ് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങളൊക്കെ തന്നെയാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ പോലും ഈ നടന്ന സംഭവത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്നതാണ് ഇൻഫോ പാർക്ക് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്ത് നരിവേട്ട എന്ന സിനിമയെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടതാണോ ഇപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത്? അതോ ഇതിനു മുൻപും ഈ മുൻ മാനേജർ വിപിനും ഉണ്ണി മുകുന്ദനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? വിപിൻ പോലീസിൽ നൽകിയ പരാതി നമ്മൾ വിശദമായി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ഉണ്ണി മുകുന്ദന്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വിപിൻ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ നരിവേട്ടയുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഷെയർ ചെയ്തതോടുകൂടിയാണ് വലിയ വിരോധത്തിലേക്ക് വരികയും ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആദ്യം ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടുവെന്നാണ് പറയുന്നത്. അതിന് തയ്യാറാവാതിരുന്നതിനെ തുടർന്ന് ഉണ്ണി മുകുന്ദൻ ഇയാളെ ഇന്നലെ രാവിലെ വിളിക്കുന്നു. എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. താൻ അങ്ങോട്ട് വരികയാണെന്ന് അറിയിക്കുന്നു. അങ്ങനെ ഇന്നലെ രാവിലെ 11:30 കാക്കനാട് വിപിൻ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തുകയും അതിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് മർദ്ദിക്കുന്നത്. അവിടെ നിന്ന് വിപിൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്നാലെ എത്തി അയാളെ മർദ്ദിച്ചു എന്നതാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും പോലീസ് അവിടെ CCTV ക്യാമറകൾ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഉണ്ണി മുകുന്ദൻ ആ ഫ്ളാറ്റിലേക്ക് ആ സമയം എത്തിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം അവിടുത്തെ ക്യാമറയിൽ ഉണ്ടാകും. അതെല്ലാം പരിശോധിക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഫെഫ്കയിൽ അംഗമാണ്, അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് വിപിൻ തന്നെ പറയുന്നുണ്ട്. ഇതല്ലാതെ ഇപ്പോൾ വിപിനെ വിമർശിച്ചുകൊണ്ടും ചില പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതൊന്ന് തിരക്കഥാകൃത്തായ ജയൻ വന്നേരിയുടെ ഭാഗത്തു നിന്നാണ്. വിപിന് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. കാരണം പലരും പല സിനിമയുമായി ബന്ധപ്പെട്ട് കഥകളൊക്കെ പറയാൻ ഉണ്ണി മുകുന്ദനെ ബന്ധപ്പെടാൻ വിപിന് ശ്രമിച്ച സമയത്ത് കഴിഞ്ഞില്ല. അപ്പോൾ അത് ഉണ്ണി കൊടുത്തത് നന്നായി എന്ന തരത്തിലൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ഉണ്ണി മുകുന്ദന്റെ വേർഷൻ കൂടി, ആ ഭാഗം കൂടി കേട്ടതിന് ശേഷം ഒരു ജഡ്ജ്മെന്റിലേക്ക് വന്നാൽ മതി എന്നുള്ള പലതരത്തിലുള്ള ഭാഗങ്ങൾ കൂടി കേൾക്കുന്നുണ്ട് നമ്മൾ. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വിപിൻ മർദ്ദനമേറ്റു എന്ന് പറയുന്നു. ആ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഈ സംഭവത്തിന് ശേഷം വിപിൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് അയാൾ ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടു എന്ന കാര്യം തീർച്ചയാണ്. അതെന്തായാലും നിയമപരമായി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഉണ്ണി മുകുന്ദനെ പോലെ ഒരു നടൻ, ഒരു സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആരോപണം നിലനിൽക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദന് എന്ത് പറയാനുണ്ട് എന്നത് രാവിലേക്ക് നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മറ്റൊരു സിനിമ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് എവിടെ ചെന്ന് നിൽക്കുമെന്നതാണ്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാപരമായ കാര്യങ്ങൾ ഫെഫ്കയും പരിശോധിച്ചു വരികയാണ്. പലതവണ ഉണ്ണി മുകുന്ദനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ ഒരു പ്രതികരണവും കേട്ടില്ല എന്ന്. പക്ഷെ സ്വാഭാവികമായും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്, വലിയ രീതിയിൽ വാർത്തയാകുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? കാരണം ഉണ്ണി മുകുന്ദന്റെ ഇമേജിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, ഒരു കേസാണിത്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്റെ ഭാഗം, തന്റെ നിരപരാധിത്വം
ഉത്തരവാദിത്തം തെളിയിക്കാൻ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ഉണ്ണി മുകുന്ദൻ മുന്നോട്ട് വരേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ആ സമയം അതിക്രമിച്ചുവെന്നും. തീർച്ചയായും ഉണ്ണി മുകുന്ദനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വരുന്നു. തന്റെ മാനേജറെ ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെത്തി മർദ്ദിച്ചു. അതായത് ഇവരൊരു ഏതെങ്കിലും രണ്ടു കൂട്ടർക്കും ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചല്ല കണ്ടത്. ആ പരാതിക്കാരന്റെ താമസ സ്ഥലത്തെത്തി മർദ്ദിച്ചു എന്നതാണ്. അതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ആ സിനിമയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പേരിൽ ഒരാൾ താമസിക്കുന്ന സ്ഥലത്തെത്തി അയാളെ മർദ്ദിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഗൗരവപ്പെട്ട ഒരു പരാതി നിലനിൽക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ഒരു ബാധ്യതയുണ്ട്. എന്തായാലും ഉണ്ണി മുകുന്ദൻ നമ്മളടക്കം പലരും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഇതുവരെ ഫോണിൽ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി പൊതുസമൂഹം കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആര്യ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ പറഞ്ഞതുപോലെ പലതവണ ഇപ്പോൾ ഏതും മാധ്യമങ്ങൾ പലതവണ ഉണ്ണി മുകുന്ദനെയും ഉണ്ണി മുകുന്ദന്റെ ടീമിനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവരുടെ ഭാഗം കൂടി സ്വാഭാവികമായും കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വേർഷൻ മാത്രം, വിപിന്റെ വേർഷനും മർദ്ദനമേറ്റിട്ടുണ്ട്, അതിലൊരു സംശയവുമില്ല. ആശുപത്രിയിലടക്കം ചികിത്സ തേടിയിട്ടുണ്ട്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഉണ്ണി മുകുന്ദന് പറയാനുള്ളത് കൂടി കേൾക്കേണ്ടതുണ്ട്. രണ്ട് പക്ഷവും കേൾക്കേണ്ടതുണ്ട്. പക്ഷേ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇതുവരെ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു വിശദീകരണ കുറിപ്പ് പോലും ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഭാഗം കേൾക്കാൻ കൂടി, അദ്ദേഹത്തിന്റെ ഭാഗം കൂടി, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ണി മുകുന്ദനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. വിപിൻ ഇങ്ങനെ ഒരു അടി കിട്ടേണ്ടതായിരുന്നു എന്ന രീതിയിൽ വരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരാളെ മർദ്ദിക്കുക എന്നത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഇതിന് എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും മർദ്ദനം അതൊരു തെറ്റുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്താണ് ഇതിനൊരു പ്രകോപനമായത്? ഇങ്ങനെ ഒരു സിനിമയുടെ, മറ്റൊരു നടന്റെ സിനിമ അതിനെ ആശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടതാണോ അതിനൊരു പ്രകോപനമായത് എന്നതൊക്കെ ഉണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമോ വ്യക്തമാക്കേണ്ടതാണ്. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. ശരി.